വയനാട്ടിൽ വീണ്ടും വന്യജീവി ആക്രമണം. തിരുനെല്ലി കാരമാട് ഉന്നതിയിലെ വിദ്യാർത്ഥിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സുനീഷിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കടുവയാണ് ആക്രമിച്ചതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അവർ കൂട്ടുകാര് കുളിക്കാൻ പോവുകയായിരുന്നു പുഴയിലേക്ക്. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് വയലിൽ നിന്ന് കടുവ അവൻ്റെ മേത്തേക്ക് ചാടിയത്. അങ്ങനെ അവൻ്റെ കയ്യിലുണ്ടായ വടി കൊണ്ട് അവൻ്റെ മൂക്കിനിട്ട് അടിച്ചിട്ടാണ് കൈ രക്ഷപ്പെട്ടു പോയത്. കൂട്ടുകാർ വെച്ചിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അത്രയും വന്യജീവി ആക്രമണമെന്നാണ് പറയുന്നത്. കടുവയാണോ പുലിയാണോ? കഴിഞ്ഞ ദിവസം സ്ഥലത്ത് കരടി ഇറങ്ങിയിരുന്നു. എന്താണ് ആക്രമിച്ചത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. കുട്ടിക്ക് സാരമായ പരിക്കുകളില്ലെന്ന് മനസ്സിലാക്കുന്നു. മാനന്തവാടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കുട്ടിയെ. ഫൈസൽ നെടുപാല ചേരുന്നുണ്ട്. ഫൈസൽ, എന്താണ് ആക്രമിച്ചത് എന്ന് മനസ്സിലായിട്ടുണ്ടോ? കുട്ടിയുടെ സ്ഥിതി എന്താണ്? കുട്ടിക്ക് അപകടനില ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കയ്യിന് പരിക്കേറ്റിട്ടുണ്ട് എന്നല്ലാതെ മറ്റ് പരിക്കുകളൊന്നും തന്നെ കുട്ടിക്കില്ല. ഇത് ഏറ്റവും പ്രധാനമായി ഇത് എന്താണ് ആക്രമിച്ചത് എന്നുള്ളതാണ് എല്ലാവരും ആശങ്കയോടെ നോക്കിക്കാണുന്ന മറ്റൊരു കാര്യം. വനംവകുപ്പ് പറയുന്നത് ഇത് പുലിയാകാനാണ് സാധ്യത എന്നാണ്. എന്നാൽ പ്രദേശവാസികളുടെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടുവയാണ് കുട്ടിക്ക് നേരെ ചാടിയത് എന്നുള്ളതാണ് പ്രദേശവാസികളുടെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ RRC സംഘങ്ങൾ ഈ ഒരു ഭാഗത്ത് ഈ ആക്രമണം നടന്ന പ്രദേശത്തെ സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണവും അല്ലെങ്കിൽ എന്താണ് ആക്രമിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും ഒക്കെ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു പ്രദേശത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരുനെല്ലി ഈ അപ്പപ്പാറ മേഖലയിൽ മുൻപ് ഒരു തവണ കടുവ ആക്രമിച്ച് ജീവനുൾപ്പെടെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി തവണ വന്യജീവി ആക്രമണം ഒക്കെ തന്നെ നടന്ന ഒരു പ്രദേശം കൂടിയാണ്. അതാണ് എല്ലാവർക്കും ആശങ്ക വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. എന്തായാലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇവിടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ക്യാമറ ട്രാപ്പുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് എന്താണ് ആക്രമിച്ചത് എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. ശരി ഫൈസൽ.